കോൺഗ്രസിൽ വലിയ തർക്കമാണ്, വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ സുധാകരനെ മാറ്റിയാലും സുധാകരനെ മാറ്റിയില്ലെങ്കിലും ഒക്കെ തർക്കമായി. അത് അടുത്ത 2026 കഴിഞ്ഞാലും അവസാനിക്കില്ല. ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആര് മാറിയാലും മാറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാന്ന് നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നവരൊന്നുമല്ല. കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ പ്രശ്നമല്ല ഇവിടെ, അവിടെ നിലപാടും നയവുമാണ് പ്രശ്നം. കോൺഗ്രസ് ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ള, ഭൂപ്രഭുക്കന്മാരെ നിലനിർത്തുക എന്നുള്ള സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾക്ക് പൂർണ്ണമായിട്ട് അടിയറ പറയുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അത് തന്നെയാണ് BJP. ഒരു വ്യത്യാസമില്ല, അന്നുമില്ല ഇന്നുമില്ല, ഒരേ വർഗ നിലപാടാണ്. പൊട്ടിത്തെറിയാവും നല്ല രീതിയിൽ. അത് ശക്തിയായിട്ടാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതാണല്ലോ ഇപ്പോഴത്തെ നില. വളരെ ശക്തിപ്പെട്ട നിലയാണുള്ളത്. കാരണം രണ്ട് ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. അദ്ദേഹം തന്നെ പറഞ്ഞില്ല, എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുക. ഞാനിതൊന്നും പറയേണ്ട വെച്ചാൽ എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുകയാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പും നേതാവും. അത്രയും പറഞ്ഞ സ്ഥിതിയിൽ ആരാണ് എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമല്ലേ? എൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ സുധാകരനെ മാറ്റാൻ ഔദ്യോഗികമായിട്ട് അവർ തീരുമാനിച്ചു എന്നൊരു ഭാഗം, മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സുധാകരൻ, മാറ്റാൻ പാടില്ല എന്ന് മുരളി പറഞ്ഞത് വളരെ കൗതുകത്തോടുമില്ലേ നമ്മളെല്ലാം കണ്ടത്. നിങ്ങളെല്ലാം കണ്ടില്ലേ? എന്താ പത്രത്തിൽ ഫോട്ടോ കണ്ടാലെങ്കിലും മനസ്സിലാകുന്ന ആളാവണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിമർശനം മനസ്സിലായില്ലേ? അവർ പറയുന്ന ഒന്നാമത്തെ അമ്പലക്കാരനെ പറ്റി പറഞ്ഞാൽ തരൂര് ഒപ്പം ചേർന്നിട്ടുണ്ട്, ഇവരെല്ലാം ഒപ്പം ചേർന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ഒക്കെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ വളരെ ശക്തമത്തായ ഒരു തർക്കം കോൺഗ്രസിൻ്റെ അകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആര്? അപ്പോൾ അത്രയും ഉണ്ടായിട്ടുള്ളൂ മനസ്സിലാക്കിയാൽ മതി. ഉള്ളതല്ലേ ആവുള്ളൂ, അങ്ങനെയല്ലേ? ഉള്ളതല്ലേ ആകാൻ പറ്റുള്ളൂ. അങ്ങനെയായിട്ടുണ്ടാവാൻ മനസ്സിലാക്കിയാൽ നിങ്ങൾ. ഞാനൊന്നും അതിനോട് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? സ്വകാര്യവൽക്കരണത്തെ പൂർണ്ണമായി എതിർക്കുന്ന രീതിയല്ല ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞതൊന്നും കൂടി പറയാം. സ്വകാര്യവൽക്കരണത്തെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളതല്ല ഞങ്ങളുടെ അടുത്ത നിലപാട്. മുൻകൈ ഗവൺമെൻറ്റിൽ